ശനിയാഴ്ചയായിട്ട് രാവിലെ വീട്ടിൽ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഒരുത്തം രാവിലെ എന്നെ കുത്തിപ്പോയി കണ്ടു. അവൻ്റെ വണ്ടി സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ടാറ്റയുടെ ഷോറൂമിലോട്ടാണ് പോയത്. അങ്ങനെ നേരെ അവിടെ എത്തി. ഈ കാണുന്നതാണ് ടാറ്റയുടെ ഷോറൂം. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അങ്ങനെ അവൻ വണ്ടി സർവീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടെ നിൽപ്പുണ്ട്. അവൻ എന്തൊക്കെയോ തുറന്നൊക്കെ കാണിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ അവിടുന്ന് മരുന്ന് ബീഫ് കഴിക്കാമെന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് ചെന്നു. അവിടെ എത്തിയപ്പോഴൊക്കെ ആൾക്കൂട്ടം കണ്ട് ഞങ്ങൾ വിചാരിച്ച് സാധനം കിട്ടുമെന്ന്. പക്ഷേ കഷ്ടകാലത്തിന് സാധനം തീർന്നു പോയി. അങ്ങനെ ആ ഒരു വിഷമത്തിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ വരുന്നത്. പക്ഷേ കൂടെ ഇരിക്കുന്നവൻ അവിടെ 3 തവണ വന്നിട്ടും അവന് സാധനം കിട്ടിയിട്ടില്ല. 2 തവണ കട അടച്ചു, 1 തവണ ഇതേ സെയിം അവസ്ഥ, സാധനം തീർന്നു പോയി. എന്തായാലും വന്നതല്ലേ, ഇനി പെറോട്ടയും ബീഫും കഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ മോഹനജേൻ്റെ കടയിലോട്ട്. ഈ കാണുന്ന ചെറിയ വഴിയിലൂടെ വേണം അവിടെ എത്താൻ. കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ആയത്തിൽ ഓല ഷോറൂമിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്. അതിലെ കൂടെ കയറി നേരെ ഇങ്ങ് വന്നാൽ മതി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. രാത്രി പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും രാവിലെ ഇത് ആദ്യമാണ്. ഒരു ഊഹം വെച്ച് ഇങ്ങ് വന്നതാണ് സാധനം കാണുമെന്ന് പ്രതീക്ഷിച്ച്. അങ്ങനെ പെറോട്ടയും ബീഫും തന്നെ ഓർഡർ ചെയ്തു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ശരിക്കും അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. എന്നാൽ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുന്നേ ഞങ്ങൾ കഴിച്ച അത്ര ഒരു ടേസ്റ്റ് ഇല്ല. ശരിക്കും ആ ഒരു ഹൈപ്പൊക്കെ വന്ന സ്ഥിതിക്ക് ഇനി എന്തായാലും കച്ചവടത്തിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇതിന് മുന്നേ ഞങ്ങളിവിടെ വരാനുള്ള മെയിൻ കാരണം ഇവിടുത്തെ ബീഫിൻ്റെ ക്വാളിറ്റിയാണ്. കാരണം അത്ര നല്ല ബീഫായിരുന്നു. എന്തോ ഇന്ന് എനിക്ക് കഴിച്ചിട്ട് അത്ര നന്നായിട്ട് തോന്നിയില്ല. ഇനി രാവിലത്തെ എൻ്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല. എന്തായാലും ഇതൊക്കെയാണ് കടയുടെ സെറ്റപ്പ്. അങ്ങനെ ബീഫും കഴിച്ചിട്ട് നമ്മളൊരു ചായയും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി.